ദില്ലിയിൽ 27 വർഷത്തിന് ശേഷമുള്ള ബി.ജെ.പിയുടെ വിജയത്തിൽ കോൺഗ്രസിന്റെ പങ്ക് ചെറുതല്ല. ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പില്ലാതാക്കുന്ന കോൺഗ്രസ് മതേതര വോട്ടിലടക്കം ഭിന്നിപ്പുണ്ടാക്കിയതാണ് ബി.ജെ.പി അനായാസമായി ജയിപ്പിച്ചത്. 10ഓളം മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് ഭിന്നിപ്പിലൂടെ ബി.ജെ.പി ജയിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉടനീളം ബി.ജെ.പിയേക്കാൾ ആം ആദ്മിയെ കടന്നാക്രമിച്ചത് കോൺഗ്രസ് ആയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രചരണവും അത്തരത്തിൽ തന്നെയായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ അധികാരത്തിലെത്തിയിട്ടും അഴിമതി കൂടുക മാത്രമാണ് ചെയ്തത് എന്നതടക്കം നിരവധി ആരോപണങ്ങളായിരുന്നു രാഹുൽ ഉന്നയിച്ചത്. और केजरीवाल जी ने बहुत बड़ा प्रचार किया, दिल्ली को मैं साफ कर दूंगा, भ्रष्टाचार मिटा दूंगा, पेरिस बना दूंगा। अब देखिए हुआ क्या। आप देखिए बाहर चला नहीं जा सकता है, ऐसा पोल्यूशन है, बाहर चला नहीं जा सकता है, आधे लोग बीमार रहते हैं, कैंसर बढ़ रहा है, पोल्यूशन बढ़ता जा रहा है, महंगाई बढ़ती जा रही है। और उन्होंने कहा था कि भ्रष्टाचार को अरविंद केजरीवाल जी मिटाएंगे। अब आप बताइए, दिल्ली में अरविंद केजरीवाल जी ने भ्रष्टाचार मिटाया क्या? 10ഓളം മണ്ഡലങ്ങളിൽ ആം ആദ്മിയെ വീഴ്ത്തി ബി.ജെ.പിക്ക് അനായാസ ജയം ഉറപ്പിച്ചതും കോൺഗ്രസ് തന്നെ. ന്യൂദില്ലിയിൽ മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിന് 4089 വോട്ടുകൾക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആം ആദ്മി വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കിയതിലൂടെയാണ്. മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിതിന്റെ മകൻ സന്ദീപ് ദീക്ഷിതായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി. ജംഗ്പുരയിൽ മനീഷ് സിസോദിയ 600 വോട്ടുകൾക്ക് തോൽക്കുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഫർഹദ് സൂരി നേടിയത് 7000ഓളം വോട്ടുകൾ. മാൾവ്യ നഗറിൽ ആം ആദ്മി നേതാവ് സോംനാഥ് ഭാരതി തോൽക്കുമ്പോഴും കോൺഗ്രസ് വോട്ടുകളാണ് നിർണായകമായത്. ഗ്രേറ്റർ കൈലാഷിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നേടിയ 6000ഓളം വോട്ടുകൾ സൗരഭ് ഭരദ്വാജിന്റെ തോൽവിക്ക് കാരണമായി. സംഗം ബിഹാറിൽ ബി.ജെ.പിയെ 344 വോട്ടുകൾക്ക് ജയിപ്പിച്ചതും കോൺഗ്രസ് തന്നെ. ബാദ്ലി, നാംഗ്ലോയ് ജാട്ട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലും സമാന സാഹചര്യം തന്നെയായിരുന്നു. അതിനിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അൽക്കാലാംബ വോട്ടുകൾ പിടിച്ചതോടെ മുഖ്യമന്ത്രി അതിഷി തോൽവിയുടെ വക്കിലെത്തിയെങ്കിലും അവസാന റൗണ്ടുകളിൽ ജയിക്കാനായത് മാത്രമാണ് ആം ആദ്മിക്ക് ആശ്വാസം. കൈരളി ന്യൂസ്, ദില്ലി.